നമസ്കാരം. കാത്തിരിപ്പുകൾക്കൊടുവിൽ കേരളത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ CPM-ൽ കൂട്ടക്കരച്ചിൽ ഉയരുകയാണ്. തോൽവിയുടെ ആഘാതം വിട്ടുമാറിയിട്ടില്ലാത്ത സഖാക്കൾ ഇതോടുകൂടി കൂട്ടത്തോടെ പിണറായി വിജയനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. പിണറായി വിജയൻ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലായിരുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോയിൽ ഭൂരിപക്ഷം നിലപാടെടുത്തു. തനിക്കോ ഭരണത്തിനോ എതിരായ വികാരമല്ല ഫലത്തിൽ പ്രതിഫലിച്ചത് എന്ന് PB-യിൽ പിണറായി വിജയൻ വാദിച്ചു. അതിനോട് യോജിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വർഗശത്രുക്കളുടെ ഒത്തുചേരലാണ് ഉണ്ടായത് എന്ന് ന്യായീകരിച്ചു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പിഴവ് പറ്റിയെന്ന് A. വിജയരാഘവനും ബംഗാളിൽ നിന്നുള്ള ചില അംഗങ്ങളും നിലപാടെടുത്തതായിട്ടാണ് സൂചന. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ പാളിയെന്നും വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നുവെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടതായും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. പിണറായി വിജയൻ മത്സരിക്കാതെ പ്രചരണ നായകനായി നിന്നാൽ മതിയായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടു. പിണറായിയല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നും മാറ്റത്തിന് തയ്യാറെന്നും ഉള്ള സന്ദേശം നൽകിയിരുന്നുവെങ്കിൽ തിരിച്ചടിയുടെ ആഘാതം കുറയും എന്നായിരുന്നു വാദം. അതേസമയം ആരെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന വിഷയം PB-യിൽ ചർച്ച ചെയ്തിട്ടില്ല. എന്നാൽ PA മുഹമ്മദ് റിയാസിനെ പരിഗണിക്കണമെന്ന് അനൗപചാരിക ചർച്ചകളിൽ പരാമർശമുണ്ടായപ്പോൾ PB-യിലെ ചെറുപ്പക്കാരുൾപ്പെടെ എതിർത്തു എന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. കേരളത്തിൽ CPM-ലെ പ്രശ്നങ്ങൾ പാർട്ടി കമ്മിറ്റികൾ വിലയിരുത്തിയാൽ മതിയാവില്ല എന്നും സംസ്ഥാനം പ്ലീനം വിളിച്ച് ആവുന്ന രീതിയിൽ തുറന്ന വിമർശനത്തിന് വേദി ഒരുക്കണമെന്നും CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ അഭിപ്രായമുയർന്നു. തിരുത്തലുകൾ ചട്ടപ്പടി മാത്രമെങ്കിൽ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകുമെന്നും അഭിപ്രായമുണ്ടായി. 2011-ൽ ബംഗാളിൽ ഭരണം പോയപ്പോൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ ഉന്നയിച്ച തരം ന്യായീകരണങ്ങളായിരുന്നു പിണറായിയുടേത് എന്ന് യോഗത്തിൽ പങ്കെടുത്തവരിൽ ചിലർ സൂചിപ്പിച്ചു. ബുദ്ധദേവിനെതിരെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഉന്നയിച്ച വിമർശനങ്ങളോട് യോജിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു അന്ന് പിണറായി വിജയൻ. പിന്നീട് അങ്ങോട്ട് PB കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ നിന്നും ബുദ്ധദേവ് വിട്ടുനിന്നതും വിവാദവുമായി. കണ്ണൂരിൽ ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് പലരും അകന്നു പോകുന്ന സാഹചര്യം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നും അകന്നവരെ അനുനയിപ്പിക്കാൻ ശ്രമം തുടരണമെന്നും അഭിപ്രായമുയർന്നു. പാർട്ടിക്കുള്ളിൽ അമിതമായ മുസ്ലിം സ്വാധീനം എന്ന വ്യാജ പ്രചരണത്തിൽ BJP പലപ്പോഴും വിജയിച്ചിട്ടുണ്ട് എന്നും അത്തരം തന്ത്രങ്ങൾക്ക് വളമാകുന്ന നിലപാടുകൾ പാടില്ല എന്നും ചിലർ പറഞ്ഞതായാണ് സൂചന. പാർട്ടിയുടെ പൊതുവിലുള്ള ദുരവസ്ഥ മറികടക്കാൻ സമര വിഷയങ്ങളിൽ ഉൾപ്പെടെ മാറ്റം വേണമെന്ന് BV രഘുവുലുവും മറ്റും വാദിച്ചു. ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും സംരക്ഷണം എന്ന് പറഞ്ഞിരിക്കാതെ ശക്തമായ വർഗ സമരത്തിനാണ് ശ്രമിക്കേണ്ടത് എന്ന് രാഘവുലു പറഞ്ഞു. എന്തായാലും പുതിയ സർക്കാർ ഭരണമേൽക്കുന്നതോടുകൂടി പിണറായി വിജയന് മേൽ വീണ്ടും തോൽവിയുടെ ഉത്തരവാദിത്തം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതൃപ്തി വ്യക്തമാക്കുകയാണ് നേതൃത്വം.